ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും എസ് പി ടെക് ട്രാവലിന്റെ പുതിയ വീഡിയോക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കണ്ടോ, ഈ വണ്ടിയെ കാണുന്നുണ്ടോ, നമ്മൾ റീസ്റ്റോർ ചെയ്തെടുത്ത ഒരു ചെറിയൊരു മൈക്രോഫോൺ ആണ്. ചെറിയൊരു ബ്ലൂടൂത്ത് മൈക്രോഫോൺ ആണ് ഈ കാണുന്നത്. നമുക്കിതൊന്ന് ഓണാക്കാം. ഈ സാധനം നമുക്ക് സ്ക്രാപ്പിൽ നിന്ന് കിട്ടിയ അല്ല അടിപൊളി ഒരു ബ്ലൂടൂത്ത് മൈക്കാണിത്. കണ്ടോ, നല്ല അടിപൊളി എക്കോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു ഐറ്റം നമ്മൾ എങ്ങനെയാണ് റീസ്റ്റോർ ചെയ്തെടുത്തതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഹലോ മച്ചന്മാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഈ കാണുന്നുണ്ടോ, ഇത് നമുക്ക് കഴിഞ്ഞ ദിവസം സ്ക്രാപ്പിൽ നിന്ന് കിട്ടിയ ചെറിയൊരു മൈക്രോഫോൺ ആണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ഒരു ഐറ്റം നമ്മൾ ഇന്ന് റീസ്റ്റോർ ചെയ്ത് എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പം ഇത് സാധനം വർക്കിങ്ങോ കാര്യങ്ങളോ ഒന്നുമല്ല, ഓണാക്കിയിട്ടൊന്നും വർക്കിംഗ് ഒന്നുമല്ല. അതായത് ഒരു ബാറ്ററിയൊക്കെ കിടപ്പുണ്ട് കണ്ടോ. ഈ കാണുന്ന രീതിയിൽ ഇതിൻ്റെ അകത്ത് ഒരു ലിഥിയം അയൺ ബാറ്ററി ഒക്കെ ഉണ്ട് 3.7. അതായത് വർക്കിംഗ് ഒന്നുമല്ല. നമുക്കിതൊന്ന് അഴിക്കാം. ഇതിൻ്റെ ഇവിടെ കാണുന്ന ഈ ഒരു 4 സ്ക്രൂ, ഇവിടെ സ്ക്രൂ ഉണ്ടോ ഇല്ലോ എന്ന് അറിയത്തില്ല, ഇവിടെ കാണുമായിരിക്കും. നമുക്ക് ഇതിൻ്റെ സ്ക്രൂ അല്ല, നമുക്കിതൊന്ന് അഴിക്കാം. ഇതിൻ്റെ അടി സ്ക്രൂ കാണുമായിരിക്കും. ഒന്നുണ്ട്. നമുക്ക് ഈ സ്റ്റിക്കർ നമുക്ക് സൂക്ഷ്മതയോടെ ഇളക്കാം. ഈ ഒരു സ്റ്റിക്കറേ ഉള്ളെന്ന് തോന്നുന്നു. ഇതേ കണക്ക് തന്നെ ഇവിടെ ഒരു സ്റ്റിക്കർ ഉണ്ടായിരുന്നതാണ്, അതിപ്പോൾ നമുക്ക് മിസ്സിംഗ് ആണ്, അത് നമുക്ക് കിട്ടിയിട്ടില്ല. നമുക്ക് ഈ സ്ക്രൂവും കൂടെ നമുക്ക് അഴിക്കാം. അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ ഈ കാണുന്ന എല്ലാ സ്ക്രൂവും നമ്മളങ്ങനെ അഴിച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഓരോ സ്പെയറായിട്ട് നമുക്ക് അഴിച്ച് എടുക്കാം. അതെല്ലാം മണ്ണും തുരുമ്പൊക്കെയാണ്. വയറെല്ലാം നമുക്ക് റിമൂവ് ചെയ്യാം. ഇതാണ് എൻ്റെ ബോർഡ്. ക്ലാവ് പിടിച്ചിരിക്കുവാണെന്ന് തോന്നുന്നു. കംപ്ലൈൻ്റ് ഒന്നും ഇല്ലായിരുന്നാൽ മതിയായിരുന്നു ഗൈസ്. ബോർഡും കൂടെ നമുക്കൊന്ന് റിമൂവ് ചെയ്ത് നോക്കണം. അപ്പോൾ ഗൈസ്, ഈ കാണുന്നതാണ് ഇതിൻ്റെ ബോർഡ്. നോട്ടത്തിൽ കുഴപ്പമൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് ഈ ഒരു ബോർഡ് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാം. അതിൻ്റെതെല്ലാം മണ്ണും കാര്യങ്ങളെല്ലാം ആണ്. നമുക്ക് ഇതിനി നമുക്ക് അഴിക്കാൻ പറ്റുന്നതെല്ലാം നമുക്കിനി ഇതിന് ബാക്കി കൂടെ നമുക്കൊന്ന് അഴിക്കാം. ക്ലാവ് പിടിച്ചിരിക്കുവാണ് ഗൈസ്, കിടന്നു പോയിരുന്നാൽ മതി. ഇത് ഫുള്ള് കണ്ടോ, തുരുമ്പ് പിടിച്ച് ഇരിക്കുവാണ്. ഇതാണ് എൻ്റെ സ്പീക്കർ. സ്പീക്കർ ഡാമേജ് ആണെന്ന് തോന്നുന്നു. ഇത് കണ്ടോ, സ്പീക്കറിൻ്റെ ഇച്ചിരി പോയിട്ടുണ്ട്. നമുക്കിതും കൂടെ നമുക്ക് അഴിക്കാം. അപ്പോൾ കഴിച്ച് നമ്മൾ ഇവിടുത്തെ ഈ 4 സ്ക്രൂവും നമ്മളങ്ങ് അഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കി നോക്കാം. ഒടിഞ്ഞു പോയി ഗൈസ്, എന്തൊക്കെയോ ഒടിഞ്ഞിട്ടുണ്ട്. ടക്കുന്ന സൗണ്ട് കേട്ട്. സ്പീക്കർ വർക്കിംഗ് ആണോ ഇല്ലെന്ന് ഒരു പിടുത്തവും ഇല്ല. അതുപോലെ തന്നെ ഇതിൻ്റെ മൈക്കിൻ്റെയാണ്. ഇതാണ് ഇതിൻ്റെ മൈക്ക് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് എടുത്താൽ മതി. കണ്ടോ, ഈ കാണുന്നതാണ് ഇതിൻ്റെ മൈക്കും ഈ സ്പീക്കറും നമുക്ക് ഇവിടെ വെച്ച്, നമുക്ക് ഈ ബോർഡും ഇവിടെ വെച്ചതിന് ശേഷം നമുക്ക് ഇത്രയും സാധനം നമുക്കൊന്ന് വാഷ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഈ കാണുന്ന രീതിയിൽ നമ്മളിതെല്ലാം നല്ല അടിപൊളിയായിട്ട് നമ്മളങ്ങനെ കഴുകി എടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല അത്യാവശ്യം നമ്മളെ കൊണ്ട് പറ്റുന്നതിന് അത്രയും വെളുപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ മൈക്കിൻ്റെ ഹെഡ്, പിന്നെ സ്പീക്കർ ഇരുന്ന അപ്പോൾ കഴിച്ച് നമ്മൾ ഇതിൻ്റെ സ്പെയറുകളെല്ലാം നമ്മൾ നല്ല കഴുകി നല്ല വൃത്തിയാക്കി നമ്മളങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ കഴിച്ച് നമുക്കിനിയും ബോർഡും കൂടെ നമുക്കിനി ഒന്ന് ക്ലീൻ ചെയ്യാം. ബോർഡ് കണ്ടിട്ട് കുഴപ്പമൊന്നും ഇല്ലെന്ന് തോന്നുന്നു, ഉള്ള മണ്ണൊക്കെയാണ്. ഇത് നമുക്ക് ബ്രഷ് കൊണ്ട് ആദ്യം നമുക്കിങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്യാം. ഉണ്ടോ, അത്യാവശ്യം ഇത്രയും പൊടി വീഴുന്നുണ്ട്, നല്ല പൊടിയുണ്ട് ഇതിൻ്റെ. വേറെ കംപ്ലൈൻ്റ് ഒന്നും ഇല്ലായിരുന്നാൽ മതിയായിരുന്നു. നമുക്ക് ശകലം ടിന്നറും കൂടെ ഒഴിച്ച് ക്ലീൻ ചെയ്യാം. ടിന്നർ വെച്ച് നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്യാം. ഓണായാൽ മതിയായിരുന്നു കൈ. ഉള്ള തുണിയും കൊണ്ട് നമുക്കതൊന്ന് തുടയ്ക്കാം ഇതൊക്കെ. അപ്പോൾ ഗൈസ്, നമ്മുടെ ബോർഡ് നമ്മൾ നല്ല അടിപൊളിയായിട്ട് നമ്മളങ്ങനെ ക്ലീൻ ചെയ്ത് അങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് കണ്ടോ, നമ്മളങ്ങനെ ഈ കാണുന്ന രീതി നമ്മളെല്ലാം നല്ല ക്ലീൻ ചെയ്ത് കഴുകി നല്ല ഉണക്കി നല്ല ഡ്രൈ ആക്കി നമ്മളങ്ങനെ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്ത് എടുക്കേണ്ടതാണ്. എന്തായാലും നമുക്കിതെല്ലാം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ്, ഇതെല്ലാം കണ്ടോ, ഈ കാണുന്ന രീതി നമ്മൾ നല്ല അടിപൊളിയായിട്ട് നമ്മൾ കഴുകി നമ്മളങ്ങനെ എടുത്തിട്ടുണ്ട്.
വേറെ കുഴപ്പമൊന്നുമില്ല. ആദ്യം നമ്മൾ ഈ ബാറ്ററിയുടെ കണക്ഷൻ നമ്മൾ ഈ ബോർഡുമായിട്ട് നമ്മളങ്ങനെ കണക്ട് ചെയ്ത് അങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ട അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന ഈ ഒരു സ്പീക്കറുണ്ട്. ഈ ഒരു സ്പീക്കറാണ് നമ്മൾ ഈ സെറ്റിൻ്റെ അകത്തിരുന്നത്. ഈ ഒരു സ്പീക്കർ കംപ്ലൈൻ്റ് ആണ്. കണ്ടോ, ഈ ഒരു സ്പീക്കർ ഇച്ചിരി കീറിയിട്ടുമുണ്ട്. അതുപോലെ ഈ ഒരു സ്പീക്കർ പോയതാണ്. നമ്മൾ അതിന് പകരം നമ്മൾ വേണ്ട ഇതേ കണക്കുള്ള സെയിം നമ്മൾ ചെറിയൊരു സ്പീക്കർ നമ്മളങ്ങനെ വാങ്ങിയിട്ടുണ്ട്. ഉണ്ടോ, ആ കാണുന്ന ഒരു സെയിം സ്പീക്കർ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. നമുക്ക് ആ സ്പീക്കർ നമുക്ക് ഇവിടെയായിട്ട് നമുക്കിങ്ങനെ സെറ്റ് ചെയ്ത് എടുക്കാം. അതുകൊണ്ട് ഇതിൻ്റെ അകത്തൂടെ ഈ സ്പീക്കറിൻ്റെ കണക്ഷൻ ആദ്യം കണ്ട പോലെ തന്നെ ഇതിൻ്റെ അകത്തൂടെ നമുക്ക് ഇങ്ങനെ കയറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഈ കാണുന്ന രീതിയിൽ സ്പീക്കറിൻ്റെ വയർ എടുത്തു നമുക്ക് പൊട്ടിയിട്ടുണ്ട്. ഇവിടെ ഞാൻ അഴിച്ചപ്പോൾ പൊട്ടിപ്പോയതാണ്. ഓക്കെ. അപ്പോൾ ഗൈസ് കണ്ടോ, നമ്മളങ്ങനെ ഈ കാണുന്ന രീതിയിൽ നമ്മുടെ സ്പീക്കർ നമ്മളിവിടെ വെച്ചിട്ട് നമ്മളങ്ങനെ അടച്ചിട്ടുണ്ട്. നമ്മുടെ സ്പീക്കർ അവിടെ സ്ട്രോങ് ആണ്. ഇനി നമുക്ക് ഇവിടുത്തെ 4 സ്ക്രൂവും കൂടെ ഇട്ടിട്ട് ടൈറ്റ് ചെയ്യാം. നമുക്ക് ഈ സ്ക്രൂ എല്ലാം നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഗൈസ് കണ്ടോ, നമ്മളങ്ങനെ ഈ കാണുന്ന രീതിയിൽ നമ്മൾ ആ 4 സ്ക്രൂ നമ്മൾ ടൈറ്റ് ചെയ്ത് അങ്ങനെ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ബോർഡ് അവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഇതിൻ്റെ അകത്ത് സ്വിച്ചെല്ലാം നമുക്ക് കറക്റ്റ് അതുപോലെ തന്നെ ഇടാം. അതായത് ഇതിൻ്റെ അകത്ത് തന്നെ പ്ലേയും നെസ്റ്റും എല്ലാം കൊടുത്തിട്ടുണ്ട്. നമ്മളത് നോക്കി തന്നെ നമ്മൾ ഈ ഒരു ബട്ടൻ്റെ ഈ ആരോ മാർക്ക് എല്ലാം നോക്കി നമ്മൾ കറക്റ്റായിട്ട് തന്നെ നമ്മളതെല്ലാം ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ബോർഡിൽ തന്നെയാണ് ഇതിൻ്റെ ഓളിയത്തിൻ്റെ ബട്ടൺ ആയിരുന്നു തോന്നുന്നു. നമുക്ക് എന്തായാലും നമുക്ക് ഇതുകൊണ്ട് കയറ്റി വെക്കാം. വേറെ കുഴപ്പമൊന്നുമില്ല. നമ്മൾ നല്ല അടിപൊളിയായിട്ട് നല്ല സൂക്ഷിച്ചിരുന്നു. അതായത് ജസ്റ്റ് ഒന്ന് നമ്മൾ ശ്രദ്ധ മാറിപ്പോയെങ്കിൽ സാധനം ഒടിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ്. ഇതിൻ്റെ അത് കാണുന്ന ആ ചെറിയ 2 സ്ക്രൂവും കൂടെ ഉണ്ട്. 2 സ്ക്രൂവും കൂടി ഇട്ട് നമുക്ക് ഈ ബോർഡ് നമുക്കിത് ടൈറ്റ് ആക്കി വെക്കാം. അപ്പോൾ നമ്മുടെ ബോർഡ് നമ്മളങ്ങനെ സെറ്റ് ചെയ്തു. ഇനി നമുക്ക് അടുത്ത ചെയ്യാനുള്ളത് ഇതിൻ്റെ സ്പീക്കറിൻ്റെ ലൈനാണ്. സ്പീക്കറിൻ്റെ ലൈൻ വരുന്നത് ഈ ഒരു ബോർഡിൻ്റെ സൈഡിൽ എഴുതിയിട്ടുണ്ട് സ്പീക്കർ എന്ന് പറഞ്ഞുകൊണ്ട്. ഉണ്ടോ, ഈ കാണുന്നിടത്ത് ഉണ്ട് സ്പീക്കർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ സ്പീക്കർ എന്നുള്ള ലൈനിലോട്ട് നമുക്കിത് കണക്ട് ചെയ്യാം. അപ്പോൾ ഗൈസ് കണ്ടോ, നമ്മളങ്ങനെ സ്പീക്കർ എന്ന് പറഞ്ഞ ലൈൻ നമ്മുടെ സ്പീക്കറിൻ്റെ അവിടെ നമ്മളങ്ങനെ കണക്ട് ചെയ്ത് അങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ മൈക്കാണ്, മൈക്രോഫോൺ. ഇതിനകത്ത് മൈക്രോഫോണും കൂടെ നമുക്ക് കണക്ട് ചെയ്ത് എടുക്കാനുണ്ട്. അപ്പം മൈക്രോഫോൺ കണക്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ആദ്യം ഒരു ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയതാണ്. എന്തായാലും ഓക്കെ, സെറ്റായിട്ടുണ്ട്. ഈ രീതിയിൽ എടുക്കുന്നു. നമ്മൾ വയറിൻ്റെ അതോടെ കയറ്റിയതിന് ശേഷം ഈ കാണുന്ന ഈ ഒരു ഹോളിലോട്ട് നമ്മളിതിങ്ങനെ ഇറക്കി അങ്ങ് വെക്കുവാണ്. എന്താ അങ്ങനെ ഈ കാണുന്ന രീതിയിൽ നമ്മുടെ മൈക്രോഫോൺ നമ്മളങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് മൈക്രോഫോണിൻ്റെ ലൈനും കൂടെ നമുക്ക് ഇതിലോട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ ഗൈസ് കണ്ടു, നമ്മളങ്ങനെ ഈ ഒരു മൈക്രോഫോണിൻ്റെ ലൈനും നമ്മളങ്ങനെ കണക്ട് ചെയ്ത് അങ്ങനെ എടുത്തിട്ടുണ്ട്. ഈ കാണുന്ന രീതിയിൽ നമുക്ക് ചെയ്യാനുള്ള അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബോർഡ് നമുക്ക് സെറ്റ് ചെയ്യണം. ചെറിയ ഹോള് കാണിക്കുന്നുണ്ട്. ആ ഒരു ഹോളിലൂടെ ഇത് കയറ്റി വെച്ച് ലോക്ക് ആക്കുവാണ്. അങ്ങനെ നമ്മുടെ ഇത്രയും വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് ഓണാവോ ഇല്ലയോ എന്ന് എനിക്ക് യാതൊരു ഐഡിയയില്ല. നമ്മളെന്തായാലും നമ്മളിത് കഴുകി വൃത്തിയാക്കി നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. എന്തായാലും നമ്മൾ പഴയ ബാറ്ററി ഇടുന്നില്ല. അതിന് പകരം ഞാൻ വേറെ ഒരു ബാറ്ററി എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ബാറ്ററി നമുക്ക് ഇട്ട് നോക്കാം. എന്ത് വേണേലും സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ഓണാവും, ചിലപ്പോൾ ഓണാവും. എന്തായാലും ഇതാണ് അതിൻ്റെ ഓൺ ഓഫ് വരുന്നത്. അതായത് ഇത് കണ്ടോ, ഈ ഒരു ബോർഡിൻ്റെ അവിടെ ഓൺ ഓഫിൻ്റെ ഇതുണ്ട്. നമുക്ക് എന്തായാലും നമുക്കിതൊന്ന് ഓണാക്കി നോക്കാം. ദൈവമേ, ഓണാണേ ഗൈസ്, നീല കത്തി ഓണായി ഗൈസ്, ഓണായി. മൈക്ക് ഉണ്ടോ? ഹലോ മൈക്കിൻ്റെ ഒക്കെ എങ്ങനെയാണോ? മൈക്ക് പോയതാണെന്ന് തോന്നുന്നു ഗൈസ്. എന്തായാലും സംഭവം അങ്ങനെ ഓണായിട്ടുണ്ട്. ഒരു നീല LED ഇവിടെ ഇങ്ങനെ കത്തി നിൽപ്പുണ്ട്. വേറെ കണക്കൊന്നുമില്ല. മൈക്കിൻ്റെ ലൈൻ കറക്റ്റാണെന്നാണല്ലോ കൊടുത്തിരിക്കുന്നത്. മൈക്ക് പോയതാണെന്ന് തോന്നുന്നു. മൈക്ക് എടുക്കുന്നില്ല. അപ്പോൾ ഗൈസ് കണ്ടോ, നമ്മുടെ മൈക്കിന് ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. ആ മൈക്ക് പോയതായിരുന്നു. ഇപ്പം ഇവിടെ ഇരുന്ന നമ്മുടെ ഒരു പഴയ ഒരു ഹെഡ്സെറ്റിൻ്റെ മൈക്കാണ് ഈ കാണുന്നത്. ഈ ഒരു ഹെഡ്സെറ്റിൻ്റെ മൈക്ക് എടുത്തിട്ട സമയത്ത് നല്ല അടിപൊളിയായിട്ട് വർക്കിംഗ് ആണ്. ഹലോ നല്ല അടിപൊളിയായിട്ട് കേൾക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ മൈക്കിൻ്റെ കംപ്ലൈൻറ്റ് നമ്മളങ്ങനെ സെറ്റ് ചെയ്ത് അങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു വൃത്തിക്ക് നമുക്കിതൊന്ന് സോൾഡർ ചെയ്തൊന്ന് എടുക്കണം. അപ്പോൾ നമ്മുടെ സെറ്റിൻ്റെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മൈക്കിൻ്റെ കംപ്ലൈൻറ്റ് മാത്രമേ ഉള്ളൂ. മൈക്കും പോയതായിരുന്നു, ഇതിൻ്റെ സ്പീക്കറും പോയതായിരുന്നു.
ഉണ്ടോ? ഈ ഒരു സ്പീക്കറും ഈ ഒരു മൈക്കും മാത്രമേ ഉള്ളായിരുന്നു ഇതിൻ്റെ കംപ്ലയിൻറ്റ്. പക്ഷേ ഈ സ്പീക്കറിൻ്റെ കംപ്ലയിൻ്റ് ഇല്ല, സ്പീക്കർ കേൾക്കുന്നുണ്ട്, പക്ഷേ ചെറിയ വോളിയമാണ്. ഇത് ഫുള്ള് തുരുമ്പ് പിടിച്ചിൻ്റെ അഹമെല്ലാം പോയതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമ്മൾ ഇത്രയും വർക്ക് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിന് നമുക്കൊന്ന് വൃത്തിക്ക് നമുക്ക് ടേപ്പ് ചെയ്തൊന്ന് എടുക്കാം. അപ്പോൾ ഗൈസ് കണ്ടു, നമ്മളങ്ങനെ ഈ കാണുന്ന രീതിക്ക് നമ്മൾ നല്ല വൃത്തിക്ക് നമ്മൾ സ്ലീവൊക്കെ ചെയ്ത് ജോയിൻ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് നമ്മൾ അങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മൈക്ക് നമുക്ക് ഇവിടെ സെറ്റാക്കി വെക്കണം. ഇങ്ങനെ ലൈൻ എടുത്ത് നമ്മൾ ലൈൻ ഫുള്ള് ഇതിൻ്റെ അകത്തോട്ട് വലിച്ചിട്ട് നമുക്ക് ഈ കാണുന്ന രീതിയിൽ ഇതിലോട്ട് നമുക്ക് ഇറക്കി കഴിഞ്ഞ് വെച്ചേക്കാം. ഇനി നമുക്ക് ഒന്നുകൂടെ നമുക്ക് ഓണാക്കി നോക്കാം ഫൈനലായിട്ട്. ഹലോ 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 മൈക്ക് ടെസ്റ്റ്. ഹലോ 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 നല്ല അടിപൊളിയായിട്ട് കേൾക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി ബോഡികളെല്ലാം നമുക്ക് ഇനി ഇതിലോട്ട് സെറ്റ് ചെയ്ത് വെക്കാം. ഇങ്ങനെ ഇനി നമുക്ക് ഈ സ്ക്രൂ എല്ലാം ചെയ്യാം. നമുക്ക് ബാക്കിലത്തെ കവർ ഇടുന്നതിന് മുന്നേ ഇവിടെ ചെറിയ ഒരു പരിപാടികളുണ്ടായിരുന്നു, അത് നമ്മൾ ചെയ്തിട്ടില്ല. നമ്മൾ ഈ ഒരു നെറ്റ് നമ്മൾ കൊടുക്കാൻ മറന്നുപോയി. ഇനി നമുക്ക് ഒന്നുകൂടെ ഒന്ന് അഴിക്കേണ്ടി വരും ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ആദ്യം നമ്മൾ ഈ ഒരു നെറ്റ് നമ്മൾ ഇവിടെ ഫിറ്റ് ചെയ്യണമായിരുന്നു. ആ കാര്യം ഞാനങ്ങ് മറന്നു. എന്തോ ചെയ്യാൻ, ഈ ഒരു നെറ്റ് വേണമായിരുന്നു നമുക്ക് ആദ്യം ഇവിടെ സെറ്റ് ചെയ്ത് വെക്കാൻ. നമുക്കിതെല്ലാം ഒന്ന് പെയിൻറ്റ് ചെയ്യണം. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ നെറ്റെല്ലാം നമ്മൾ നല്ല അടിപൊളിയായിട്ട് വെച്ചു. ഇനി നമുക്ക് പഴയ പോലെ തന്നെ ഇതെടുത്തിങ്ങോട്ട് ഫിറ്റ് വെക്കാം. ഓക്കെ, സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോഡി ഇടാം. ഇനി നമുക്ക് ഇത്ര ആയിട്ട് നമുക്ക് ഇനി ഒന്ന് സ്ക്രൂ ചെയ്ത് നമുക്കിതെല്ലാം നമുക്കൊന്ന് ഉറപ്പിച്ചു. സ്ക്രൂ ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ചു. അപ്പോൾ ഗൈസ് കണ്ടു, നമ്മളങ്ങനെ ഈ കാണുന്ന രീതിയിൽ നമ്മളിൻ്റെ അത് സ്ക്രൂ എല്ലാം ഇട്ട് നമ്മളങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കവറും കൂടെ ഇടാം. ഇതിൻ്റെ ഈ ഒരു മൈക്കിൻ്റെ ഈ ഒരു ഹെഡും കൂടെ നമുക്ക് ഇതിലോട്ട് ടൈറ്റ് ചെയ്യാം. ഇനി നമുക്ക് ലാസ്റ്റത്തെ ഈ ഒരു എൻഡ് ക്യാപ്പ് കൂടെ ഇട്ട് ഈ ഒരു ബാറ്ററിയുടെ ഈ ഒരു കവറും കൂടെ ഇട്ട് ഗൈസ് കണ്ടോ, അങ്ങനെ സ്ക്രാപ്പിൽ കൊടുത്ത സാധനം നമ്മൾ നല്ല അടിപൊളിയാക്കി നമ്മളിവിടെ നല്ല അടിപൊളിയാക്കി നമ്മളിത് സെറ്റ് ചെയ്ത് അങ്ങനെ എടുത്തിട്ടുണ്ട് ഗൈസ്. കണ്ടോ, നമുക്കിത് സ്ക്രാപ്പിൽ നിന്ന് കിട്ടിയ ഒരു മൈക്കാണിത്. കണ്ടോ, ഈ ഒരു മൈക്ക് നമ്മൾ നല്ല അടിപൊളിയായിട്ട് നമ്മളത് ക്ലീൻ ചെയ്ത് ഈ ഒരു മൈക്ക് നമ്മളങ്ങനെ റിപ്പയർ ചെയ്ത് നമ്മൾ നല്ല അടിപൊളിയാക്കി നമ്മളങ്ങനെ എടുത്തു. കണ്ടോ, നല്ല പക്കയൊക്കെ കൊണ്ട് കണ്ടോ. ഹലോ ഹലോ കണ്ടോ, നല്ല അടിപൊളി എക്കോ ഒക്കെയാണ്, കൊള്ളാം, അടിപൊളി സാധനം. നമ്മളങ്ങനെ മൈക്ക് നമ്മളങ്ങനെ റിപ്പയർ ചെയ്ത് സെറ്റാക്കി. ഹല്ല ഹല്ല ഹല്ല. അപ്പോൾ ഗൈസ് നമുക്കിനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ദണ്ട് ഈ ഒരു സ്റ്റിക്കറുണ്ട്. ഇത് നമ്മൾ ഇവിടെ ഒന്ന് ഇളക്കിയ സ്റ്റിക്കറാണ്. ഈ ഒരു സ്റ്റിക്കറൂടെ നമുക്ക് ഇതിലോട്ട് നമുക്കൊന്ന് ഒട്ടിക്കാം. ഫെവിക്കോൾ തേച്ചതിന് ശേഷം വേണം നമുക്കിതെല്ലാം നീറ്റായിട്ട് ഇത് വെച്ച് ഒട്ടിക്കാൻ. അപ്പോൾ ഗൈസ് കണ്ടോ, നമ്മളങ്ങനെ ഇതിൻ്റെ ഈ ഒരു വൈറ്റ് സ്റ്റിക്കറും കൂടെ നമ്മളങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. സ്റ്റിക്കറോട് ഒട്ടിച്ചപ്പോഴത്തേക്ക് ഇതിൻ്റെ ആ ഒരു പൂർണ്ണ ലുക്ക് വന്നിട്ടുണ്ട്. ഫെവിക്കോൾ ആയതുകൊണ്ട് ഒട്ടാൻ ഇച്ചിരി താമസമാണ്, ഇച്ചിരി സമയം എടുക്കും. എന്തായാലും നമ്മൾ നല്ല അടിപൊളിയായിട്ട് നമ്മളിതങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഹെഡൊക്കെ നമുക്കൊന്ന് പെയിൻറ് ചെയ്തൊന്ന് എടുക്കണം ഗൈസ്. എല്ലായിടും ഒന്നും ചെയ്തില്ലേ, നമുക്ക് ഇതിൻ്റെ ആ ഒരു വൃത്തികേടായിട്ട് കിടക്കുന്നതല്ല നമുക്ക് പെയിൻറ് ചെയ്ത് നമുക്കിതൊന്ന് കുട്ടപ്പനാക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്കിനി പെയിൻറ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇത് ഞാനിപ്പം എടുത്തിരിക്കുന്ന നമ്മുടെ സാധാ ഇൻഡിഗോയുടെ സാധാ പെയിൻ്റാണ്, സ്പ്രേ പെയിൻ്റ് അല്ല, സാധാരണ പെയിൻറ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പെയിൻറ് നമുക്കിത് ഇതിലോട്ടൊന്ന് അടിക്കാം. ഇതൊന്ന് സിൽവർ പെയിൻറ്റും ഇതൊന്ന് ഗോൾഡുമാണ്, സിൽവറും ഗോൾഡുമാണ്. ഈ രണ്ട് പെയിൻറ്റും കൂടെ നമുക്ക് ഇതിലോട്ടൊന്ന് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഗൈസ് നമുക്കിനി ഈ കാണുന്ന പോലെ നമുക്ക് ഈ ഒരു സിൽവർ പെയിൻറ് നമുക്ക് ഇതിലോട്ട് നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് അടിക്കാം. അപ്പോൾ ഞാൻ ഇത് ഫുള്ള് അടിച്ചതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിച്ചു. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ ഈ കാണുന്ന കൂട്ട് നമ്മളങ്ങനെ ഇനി ഗോൾഡ് പെയിൻറ്റിലൂടെ നമുക്കിങ്ങനെ അടിച്ചങ്ങോട്ട് കൊടുക്കാം. ഈ സ്പ്രേ പെയിൻറ്റ് അടിച്ചാലേ പക്ക ഫിനിഷിങ് കിട്ടത്തുള്ളൂ. എന്നാലും നമുക്ക് ആ തുരുമ്പൊക്കെ ഒന്ന് കാണാതിരിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഉള്ള പെയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഗൈസ് കണ്ടോ, നമ്മളങ്ങനെ ഈ കാണുന്ന രീതിയിൽ നമ്മൾ ഇവിടെ അങ്ങനെ നമ്മൾ പെയിൻറ്റ് അടിച്ചു. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു മൈക്രോഫോണിൻ്റെ ഈ ഒരു ഹെഡിൻ്റെ അവിടെ നമ്മൾ പെയിൻറ്റ് ചെയ്തു. അങ്ങനെ മൊത്തത്തിൽ പെയിൻറ്റ് ചെയ്യാൻ നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇതിന് നമുക്കൊന്ന് ഉണങ്ങാൻ വേണ്ടി വെക്കണം. ഇനി നമുക്ക് നല്ല ഉണങ്ങി നല്ല സെറ്റ് ആയതിനു ശേഷം ഞാൻ നിങ്ങളെ കാണിച്ചു തരും നമ്മുടെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട്. അപ്പോൾ ഗൈസ് എങ്ങനെയുണ്ട്, നല്ല അടിപൊളി എക്കോയും കാര്യങ്ങളും നല്ല കിടുക്ക സാധനമല്ല. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കണ്ടോ എക്കോ കേട്ടോ, ഹലോ, നല്ല അടിപൊളി എക്കോ ആണ്. അപ്പോൾ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ സാനിങ് ഓഫ് ഷിജിൻ, ബൈ ബൈ, ടാറ്റ, സീ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.